പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകി പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലെന്നും ടി.പി. രാമകൃഷ്ണൻ നൽകിയ മറുപടിയിൽ പറയുന്നു. LDF നൽകിയ പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകും. പേരാമ്പ്ര LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചത്. എന്നാൽ അത്തരമൊരു ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന് പേരാമ്പ്ര മണ്ഡലം LDF സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണൻ നൽകിയ മറുപടിയിൽ പറയുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നതായും ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. അനൗൺസ്മെന്റിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഉണ്ടായി എന്നാണ് അതിനകത്ത് പറയുന്നത്. ഞാനങ്ങനെ ചട്ടലംഘനം സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരായിട്ടാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടാണ് സൈബർ ആക്രമണം. അതിൽ എനിക്കൊരു ബേജാറില്ല. ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ പ്രവർത്തിക്കാം. വികസന വിപ്ലവം നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് LDF വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നതെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തഹ്ലിയയ്ക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറയാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടെന്നും അതെല്ലാം നിലനിൽക്കെ എന്തിനാണ് ഇത്തരം അനൗൺസ്മെന്റ് പ്രചരിപ്പിക്കുന്നതെന്നും ഷാഫി. ഒരു സ്ഥാനാർത്ഥി എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയുന്നത് ഞാൻ കൗമാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്നൊരു സ്ഥാനാർത്ഥി പറയും. ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചവർ അത് വീണ്ടും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും അത്തരമൊരു പരാതിയെ പറ്റി കേട്ടിരുന്നോ? അപ്പോൾ ആദ്യം ഇവരുടെ പരാതി സ്റ്റേഷനിൽ സ്വീകരിച്ച് നോട്ടീസ് കൊടുക്കുക, റെസീറ്റ് കൊടുക്കുക, എന്നിട്ട് പിന്നെ പറയാം ഇത് വേറെ സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടതെന്ന് പറയാം. ആ ഗ്യാപ്പിൽ വേറെ പരാതികൾ വരിക. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകും. ഇടതുമുന്നണി ചെയ്ത തെറ്റിന് താനാണ് മറുപടി നൽകുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ആ ഓഡിയോ പ്രചരിപ്പിച്ചുവെന്നും ഫാത്തിമ തെഹ്ലിയ പറയുന്നു. അവർ ചെയ്ത തെറ്റിന് ഞാനാണ് മറുപടി പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറയുന്നുണ്ട്, ഈ നാടിൻ്റെ വികസന മുരടിപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ചാ വിഷയം. അതാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ തന്നെ പറഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ അവരുടെ വാഹനമല്ല, പിന്നീട് അവരുടെ വാഹനമാണെന്ന് പറഞ്ഞു. ആ വാഹനത്തിൽ നിന്നാണ് റെക്കോർഡഡ് ഓഡിയോ വരുന്നത്. മറുപടികൾ പരിശോധിച്ച ശേഷം വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദവും പ്രധാന ചർച്ചാ വിഷയമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.